സുഹൃത്തുക്കളെ, പ്രകൃതിയിലെ ഒരു അട്രാക്ഷൻ കിട്ടുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് ടെൻ്റ് അടിച്ചാൽ എന്താ അവസ്ഥ? അത്രയും പ്രകൃതി നമ്മളെ മാടി വിളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. വാ കാണിച്ചു തരാം. എൻ്റെ അമ്മോ, ടെൻ്റ് അടിച്ച സ്ഥലം കണ്ടോ? ഇന്ന് ടെൻ്റ് അടിച്ചത് ഹിമാചൽ പ്രദേശിലെ നഗർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷൻ പോലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ പെർമിഷനോട് ടെൻ്റ് അടിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും കാട്ടിൽ പോയി ടെൻ്റ് അടിക്കലാണ്. പക്ഷേ ഒരു രക്ഷയില്ല. ഞാൻ അത്രയും ക്യൂരിയോസിറ്റിയോടെയാണ് സംസാരിക്കുന്നത്. അതിൻ്റെ മീനിങ് എന്താ വിചാരിച്ചാൽ അത്രയും ഹാപ്പിയാണ്. കാരണം പ്രകൃതിയിലെ പക്ഷികളുടെ സൗണ്ട് കണ്ടോ കേട്ടോ? എന്താണല്ലേ ഇതൊക്കെയാണ് കേട്ടോ സ്വർഗം. നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കണം, പ്രകൃതിയിലൂടെ യാത്ര ചെയ്യണം. നമ്മൾ വെറുതെ യാത്ര ചെയ്താൽ പോലെ സന്തോഷം വേണം കേട്ടോ നമുക്ക്. എൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അരിയും പച്ചക്കറിയും സ്റ്റൗവും ഒക്കെ എൻ്റെ ബാഗിലുണ്ട്. കുടിവെള്ളം 7 ലിറ്റർ ഉണ്ട്. അങ്ങനെ നടന്ന് സഞ്ചരിച്ച് പ്രകൃതിയിൽ ടെൻ്റ് അടിച്ച് എൻ്റെ യാത്ര ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ ഒരു ലൈഫില്ലേ, ഞാൻ എന്താ പറയുക, തനിച്ചാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. കുറേ നാളെ യാത്ര ചെയ്യുന്നത് ചെറിയൊരു കാര്യമല്ലല്ലോ. അപ്പോൾ എന്താ കൂടെ നിൽക്കുക, ഇതിൻ്റെ ഒരു വലിയ വീഡിയോ ചാനലിൽ കൊണ്ടുവരിക. ഇതെൻ്റെ ലൈഫാണ്.